ഹായ് സുഹൃത്തുക്കളെ, SIRൻ്റെ ഭാഗമായി എല്ലാവർക്കും കിട്ടിയ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് BLOയുടെ കൈവശം തിരിച്ചു കൊടുത്തല്ലോ. എന്നാൽ അത് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. എങ്ങനെയാണ് ആ സ്റ്റാറ്റസ് നോക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കേണ്ട, മറുപടി ഞാൻ തരുന്നതായിരിക്കും. എന്നാൽ പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ചൂടെ, ഒപ്പം ഒരു ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യമായി ഗൂഗിൾ ഓപ്പൺ ആക്കുക. അതിൽ വോട്ടേഴ്സ് ECI എന്ന് സെർച്ച് ചെയ്യുക. ആദ്യം കാണുന്ന voters.eci.gov.in എന്നുള്ള വെബ്സൈറ്റിൽ പ്രവേശിക്കുക. നിങ്ങൾ ആദ്യമായാണ് ഈ സൈറ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ സൈനപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു രജിസ്ട്രേഷൻ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നേരിട്ട് ലോഗിൻ ചെയ്ത് ഈ സൈറ്റിൽ പ്രവേശിക്കാവുന്നതാണ്. നമ്മൾ ആദ്യമായാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സൈനപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് ഇമെയിൽ ID നിർബന്ധമില്ല, ക്യാപ്ച അടിക്കുക. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എനിക്ക് വരുന്ന മെസ്സേജ് യു ആർ ഓൾറെഡി എക്സിസ്റ്റ് എന്നുള്ള മെസ്സേജാണ് വരുന്നത്. അതുകൊണ്ട് എനിക്കിതിൽ ഡയറക്റ്റ് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഓൾറെഡി ലോഗിൻ ക്രിയേറ്റ് ചെയ്യാത്തവർക്ക് OTP വരികയും ആ OTP അടിച്ച് കണ്ടിന്യൂ ചെയ്യുന്നതോടുകൂടി അവരുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തിയാവുന്നതാണ്. അതിനുശേഷം ലോഗിൻ ബട്ടണിൽ അടിച്ച് അവിടെ എൻ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഈ കോളത്തിൽ എൻ്റർ ചെയ്യുക. ക്യാപ്ച അടിക്കുക. ശേഷം വരുന്ന OTP എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ SIR 2026 എന്നുള്ള ടൈറ്റിലിന് താഴെ ഫിൽ എന്യൂമറേഷൻ ഫോം എന്നുള്ള കോളം കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സംസ്ഥാനം ഏതാണോ അത് സെലക്ട് ചെയ്യുക. കേരള സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ വോട്ടർ ID കാർഡ് നമ്പർ, നമ്മുടെ നിലവിലുള്ള വോട്ടർ ID കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക. സെർച്ച് കൊടുക്കുക. യുവർ ഫോം ഹാസ് ഓൾറെഡി ബീൻ സബ്മിറ്റഡ് എന്നുള്ള മെസ്സേജാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ നിങ്ങളുടെ എന്യൂമറേഷൻ ഫോം ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്.